പള്ളു വിളിക്കാം. ഇപ്പൊ നല്ല ചെയ്യുന്നവരെയൊക്കെ പള്ളു വിളിക്കുന്ന ഒരു പ്രവണതയുണ്ട്. വല്ല ജോലിക്കും കുലിക്കും എല്ലാം പോടേന്ന് പറഞ്ഞു. എനിക്ക് ജോലിയുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന കുറച്ച് സമയം ജോലിയുണ്ട്, അത്യാവശ്യം ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നെ കൂടി മനസ്സിലാക്കാൻ പറയുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിക്കണം. ആഴ്ചയിൽ ഒരു ദിവസത്തിൽ 2 മണിക്കൂർ മാറ്റി വെച്ചാൽ അജയണ്ണ നമുക്ക് ഒത്തിരി ചാരിറ്റി ചെയ്തുകൂടെയാണ്. മനസ്സിനൊരു സന്തോഷമായി ചെയ്യണം. അണ്ണന്റെ ഹെൽപ്പോടുകൂടി നമുക്ക് ചെയ്യാം. നമുക്ക് നാച്ചുറലായിട്ട് നിങ്ങളെല്ലാവരും അഭിനയിക്കോ ഇതിന്റെ കഥാപാത്രങ്ങളായിട്ട്. വേറൊന്നുമല്ല, നമ്മളെ നാട്ടിൻപുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടേ സ്ക്രിപ്റ്റൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞാൽ മതി. സാധാരണ നമ്മുടെ നാട്ടിലെ ജീവിതങ്ങളും പഴയ പാട്ടുകളും ഒക്കെ പറഞ്ഞ് ആഴ്ചയിൽ ഒരെണ്ണം ഷൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സമ്മതമാണോ? സമ്മതമെങ്കിൽ നമ്മളെ നാട്ടിലെ വിവരങ്ങൾ, വിശേഷങ്ങൾ. ഇപ്പൊ തിരുവനന്തപുരം കുറിച്ച് ഒരു സന്ദേശം പറയും. ഓണം എന്നത് നമ്മുടെ മാനവികതയുടെ, മനുഷ്യന്റെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു ഉത്സവമാണ്. അതായത് നമ്മുടെ മാവേലി മന്നൻ നമ്മൾ കാണാൻ വരുമ്പോൾ അദ്ദേഹം നമ്മെ എല്ലാവരും, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ഒരു ആ പാട്ടിനോടനുബന്ധിച്ച് എന്നാൽ എല്ലാവരും ഒരേപോലെ കാണുന്നു. അവിടെ ജാതി മതഭേദമോ മറ്റു ഒന്നുമില്ല, എന്നും ഒരേപോലെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചക്രവർത്തിയാണ് മഹാബലി. അദ്ദേഹത്തെ നന്മയുടെ ആരൂപമായ അദ്ദേഹത്തെ നമ്മുടെ ദൈവം ചവിട്ടി താഴ്ത്തുകയായിരുന്നു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് കണ്ട ആ ഒരു നന്മ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഈ പുണ്യദിനത്തിൽ എല്ലാവർക്കും, ഈ പരിപാടി കാണുന്നവർക്കും ഇതിൽ സഹകരിച്ച എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ. വിന്റർ ഹെവൻ എന്ന ചാനലിനും അതിൻ്റെ പ്രൊപ്പറേറ്റർ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ശരവണനും അദ്ദേഹത്തിൻ്റെ മകൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും. ഇങ്ങനെ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്ന അദ്ദേഹത്തിനെ ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. നന്ദി, സന്തോഷം. അതോടൊപ്പം ഈ ലൈവ് ഇന്നുവരെ നിങ്ങൾ കണ്ട മുഴുവൻ പ്രോഗ്രാമുകളും, നമ്മുടെ ചാനലിൽ കിടക്കുന്ന മുഴുവൻ വീഡിയോസും ഒരു ക്യാമറാമാൻ്റെ സഹായം ഇല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ക്യാമറാമാൻ മറ്റാരുമല്ല, എൻ്റെ ഇളയ മകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏത് രാജ്യത്ത് എവിടെ പോയി ഷൂട്ടിങ്ങിന് പോയാലും മോളാണ് ക്യാമറയുടെ ടെക്നിക്ക്, എഡിറ്റിങ്ങും എല്ലാം. അപ്പോൾ എഡിറ്റിംഗ് ചെയ്യുന്ന മകൾ നിങ്ങൾക്ക് കാണാൻ കഴിയാതെ തൊട്ട് പുറകിലുണ്ട്. അയാൾ എൻ്റെ സ്വന്തം സഹചര്യമായിട്ട് വീഡിയോസ് എല്ലാം എടുത്തു കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും ഒരു നന്ദി പറയാം. അതോടൊപ്പം നന്ദി പറയാൻ വേറെ സിറ്റുവേഷൻ കൂടെ ഇത് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്ന് പറയട്ടെ, ഈ സമ്മൂട് കവിത ടെക്സ്റ്റൈൽസ്, അതുപോലെ തന്നെ ലോട്ടസ് ടെക്സ്റ്റൈൽസ്, അതുപോലെ തന്നെ ഓർക്കിഡ് ടെക്സ്റ്റൈൽസ്, പിന്നെ ഓർമ്മിച്ചെടുക്കാൻ പറ്റിയ കടകൾ ഒരുപാട്. പാലോട് ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് സിനാൻ ബുക്സ് ആൻഡ് ബാഗ്സ് കല്ലറ നമുക്ക് സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ സിനാൻ ബുക്സ് ആൻഡ് ബാഗ്സ് ഒരുപാട് സമ്മാനം തന്നിട്ടുണ്ട് കേട്ടോ. സിനാൻ ബുക്സ് ആൻഡ് ബാഗ്സ് ഒരുപാട് സമ്മാനങ്ങൾ. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആ തെരുവിൽ കാഴ്ചയില്ലാത്തൊരു ചേട്ടൻ മുണ്ട് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ ഉടനെ തൊട്ടടുത്ത കടയിൽ ചെന്ന് അതിൻ്റെ മുതലാളി ഭയങ്കര VIP ആയിട്ടുള്ള മുതലാളിയാണ്. സമ്പത്തിൻ്റെയൊക്കെ വലിയ ആളുകളാണ്. പക്ഷേ അതൊന്നും നോക്കാതെ എളിമയോടെ എന്നെപ്പോലൊരാൾ ചെന്ന് പറഞ്ഞപ്പോൾ ഓടി ചെന്നിട്ട് പക്ഷെ തന്നെ MS ഫാഷൻ, മണക്കോട്, പാങ്ങോട് തുടങ്ങി ഒരുപാട്. എന്താ വെച്ച് നിങ്ങൾക്കാണ് കവറാണ് കവർ ഇതല്ലേ, ഇത് അമ്മേനാണ്. ശരി, അതിനകത്ത് ഇട്ടോ കേട്ടോ. നിങ്ങൾക്ക് ഓർക്കിഡിൻ്റെ തന്നെ തരാം. എന്തെങ്കിലും പ്രോഡക്റ്റ് ഒക്കെ വാങ്ങാൻ പോകണമെങ്കിൽ, സാധനം വാങ്ങാൻ പോകണമെങ്കിൽ അപ്പോൾ ഓർക്കിഡിൽ പോകണം കേട്ടോ. ഓർക്കിഡ് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരു സ്ഥാപനം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇത്രയും ദിവസത്തെ നമ്മളെ പ്രവർത്തനങ്ങളിൽ കൂടെ നിന്നവർ, പിന്നെ നമ്മൾ ഓണത്തിന് ശേഷം ഒരാൾക്കൊരു ചെറിയ വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. അതുപോലെ അടുത്ത് തന്നെ പറയാം, വീട് വെച്ച് കൊടുക്കാനുള്ള പ്ലാനിങ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്താലും, ഏത് കാര്യം ചെയ്യുന്നെങ്കിലും അത് നമ്മുടെ ചാനലിലൂടെ പബ്ലിസിറ്റി ബന്ധങ്ങൾ ഒന്നും നോക്കാതെ കേട്ടോ രക്ഷിക്കുന്നു. അപ്പോൾ വിന്റർ ഹെവൻ ശരവൺ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം ഉറപ്പായും തരും. അതിനകത്ത് 5000 പേരാണെങ്കിൽ 5000 പേർക്കും തരും. നമ്മൾ ആ ഏരിയകളിൽ വരും. സാമ്പത്തികപരമായി തരാൻ ചില കമ്പനികളുമായി ഞങ്ങൾ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മൾ സമ്മാനം തരുന്നത് ക്യാഷ് പ്രൈസ് തന്നെ തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഒട്ടും മോശമല്ലാതെ കുറയാത്ത ഒരു തുക തന്ന് സഹായിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയിലേക്ക് ഞാൻ വരികയാണ്. അപ്പോൾ അത് നമ്മൾ ചാനൽ കമ്പനികളുമായി ചർച്ച നടത്തുന്നുണ്ട്. അത് വിജയിച്ചാൽ നമുക്ക് അങ്ങനെ സാമ്പത്തികമായിട്ട് തന്നെ തരാം. സാധാരണ ഇലയ്ക്ക് ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ ഇവർ പറയും, കമ്മിറ്റിയുടെ പ്രസിഡന്റ് പറയും അത് വേണ്ട, ആ പരിപാടി അവിടെ വച്ച് വേണ്ട എന്ന് പറയും. സെക്രട്ടറി പറയും അവിടെ വച്ച് വേണമെന്ന് പറയും. ട്രഷറർ പറയും ഒരു കാര്യം ചെയ്യാം സാറേ വാ. ട്രഷറർ പറയും അല്ലേ സാറേ, ഈ ഒരു ഫംഗ്ഷനിൽ കമ്മിറ്റി ഉണ്ടെങ്കിൽ ഉള്ളൊരു കുഴപ്പമെന്ന് പറയട്ടാ, ചാത്തിയാച്ചം പുറത്ത് വെച്ചിട്ട് നമ്മളെ ഒതുക്കുക. മദ്യം മയക്കുമരുന്നിനെതിരെ നമ്മൾ പ്രോഗ്രാം ചെയ്യും. മദ്യം മയക്കുമരുന്നിലേക്ക് നമുക്ക് കുറച്ച് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഹൈസ്കൂളിലെ സുജിത് സാറ്
ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് 2 ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാണ്. കാരണം ഒന്ന് ചാനലിലേക്കും ഒന്ന് ഇതിലേക്കും കേട്ടോ. അപ്പം നമ്മൾ അടുത്ത ഇതിൻ്റെ ഒരു വെർഷൻ നമ്മുടെ വിൻ്റർ ഹെവൻ ശരവൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് പോകും. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മളപ്പോൾ സുജിത് സാറിന് നന്ദി പറയുകയാണ്. അവസാന ഘട്ടത്തിൽ കുറേ സഹായിച്ചു. പിന്നെ നവാഡ് സോഴ്സ് പെരിങ്ങമല, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ. പിന്നെ റൈസ് തന്ന ആദ്യം നമ്മളെ സഹായിച്ച് തുടങ്ങിയത് പിന്നെ ബാബാസ് പ്രൊഫഷണൽ സ്റ്റോറാണ് കേട്ടോ. ബാബാസ് പ്രൊഫഷണൽ സ്റ്റോറിന് ഞാൻ നന്ദി പറയുന്നു. ആരൊക്കെയാണ് ഓർമ്മിച്ചെടുക്കാൻ ഒരുപാട് സ്ഥാപനങ്ങൾ എന്നെ സഹായിച്ചത്. വ്യക്തിപരമായി ആരെങ്കിലും പേര് വിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ പ്രോഗ്രാം ഒന്നും അവസാനിക്കുന്നില്ല, എല്ലാം തുടക്കം മാത്രമാണ്. എനിക്കൊരാൾക്കൊരു വീട് വെച്ച് കൊടുക്കാനാണ് അടുത്ത പരിപാടി. ഓണം കഴിഞ്ഞാലുടൻ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് വഴി വന്നില്ലെങ്കിലും ഇൻസ്റ്റാഗ്രാം വഴി വന്നില്ലെങ്കിലും യൂട്യൂബ് ചാനൽ വഴി കൃത്യമായിട്ട് നിങ്ങളെ ഞാൻ അറിയിക്കും. ഒരു ഭവനമായിട്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മൾ നടത്താൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായി കുറേ ആളുകളുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രോഗ്രാം നടത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കാര്യമില്ല. ഇടയ്ക്ക് ആരോ വിമർശിച്ചുമല്ല, ഈ കടകളിൽ ഭിക്ഷ അയച്ചിട്ടല്ലേ തെണ്ടിയിട്ടല്ലേ തുണി വാങ്ങി ആളേക്ക് കൊടുത്തതെന്ന് ഒരു കമൻറ്റ് വന്നു. ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ യാചിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലല്ല കൊണ്ടുപോയത്. യാചിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഞാനത് സാധാരണക്കാർക്കാണ് കൊടുത്തത്. അതെനിക്ക് അഭിമാനിക്കാം, എനിക്ക് സന്തോഷമാണ്. ഞാൻ യാചിച്ചിട്ട് സാധാരണക്കാർക്കാണ് കൊണ്ടുകൊടുത്തത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഒരിടത്ത് യാചിക്കേണ്ടി വന്നിട്ടില്ല. ജസ്റ്റ് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ 5 ജോഡി ലോട്ടസിൽ 4 ജോഡി ഡ്രസ്സ് പാക്ക് ചെയ്ത് വെച്ചിരുന്നു. അതാണ് എൻ്റെ യാചന. ഫോണിലൂടെ ആ ലോട്ടസ് 5 ജോഡി ഡ്രസ്സ് വേണം കൊടുക്കണം എന്ന് പറഞ്ഞ ഉടനെ തയ്യാറാക്കി വെച്ചിരുന്നു. അതാണ് എൻ്റെ യാചന. ശൈലിയിൽ താന്നു കൊടുക്കുന്ന ആ പരിപാടിയൊന്നുമില്ല. ഒന്നല്ല ഒരു ബിടെക് വരെ പോയ ഒരു MA കാരനായ ശരവണ്ണന് ഈ ഡിഗ്രി വിളിച്ച് പറയുന്നതല്ല കേട്ടോ. നമ്മൾ വിദ്യാഭ്യാസം ഉള്ളൊരാളിന് ആ ലെവലിൽ നമുക്ക് കമാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി എൻ്റെ കമാൻഡ് കേട്ടാൽ പൈസ തരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ പിന്നിൽ ഓടിയെത്തണം. പിന്നെ ജോലിയുണ്ട്, പിന്നെ ജോലിയുടെ പുറകെ ബിസിനസ്, പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം, പിന്നെ പൊതുപ്രവർത്തനം, പിന്നെ വീട്ടുകാരും പിള്ളേരുടെ കാര്യം, അങ്ങനെയൊക്കെ കുറേ പരിപാടികൾ ഉള്ളതുകൊണ്ട് എല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ. ഈ ചാനലൊന്നും പറഞ്ഞു വരാം. ഇപ്പോൾ 24 മണിക്കൂറും ചാനലല്ലല്ലോ. ഓക്കെ, അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. നന്ദി. ശരി.